നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഞാനോ നീയോ, ആരാണ് വലിയവൻ? അപ്പോൾ വലിപ്പച്ചെറുപ്പങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്, മനസ്സിലെങ്കിലും ഉണ്ടാവാറുണ്ടാവും. സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. ശിഷ്യന്മാർ തമ്മിൽ തർക്കമുണ്ടാകുന്നു, തങ്ങളിൽ ആരാണ് വലിയവനെന്ന്. ഈശോ പറയുന്നുണ്ട്, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകണമെന്ന്. ചെറുതാകുവാനുള്ള വിളിയാണ് പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതം. കർത്താവായ ഈശോ ദൈവപുത്രനായിട്ടും എല്ലാ സ്വർഗീയ മഹിമകളും അഴിച്ചു വെച്ച് ഏറ്റവും നിസ്സാരനായി ഒരു മനുഷ്യഭാവം സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ ഭാവത്തിൽ ഒരപ്പത്തിലേക്ക് ഒതുങ്ങുന്നതാണ് വിശുദ്ധ കുർബാന, നമ്മുടെയൊക്കെ ജീവൻ്റെ ആധാരം. ഇപ്പോൾ ക്രിസ്തുവിന് അത്രയും താഴാമെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികളായ അനുധാവനം ചെയ്ത് നമ്മളൊക്കെ എത്രമാത്രം താഴേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം താന്നു കൊടുക്കുവാൻ സാധ്യമാകാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലേ? ജീവിത ബന്ധങ്ങളിൽ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ, ചിലത് ഞാൻ കേൾക്കാത്ത ഭാവത്തിൽ പോയിരുന്നെങ്കിൽ, ഒന്ന് താന്നു കൊടുത്തിരുന്നെങ്കിൽ ഇന്നുണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ താന്നു കൊടുക്കുവാനുള്ള, എളിമയിലേക്ക് പോകുവാനുള്ള വിളിയായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കാം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദാസനാവുക. തമ്പുരാന് വേണ്ടിയിട്ട് ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് അനുഗ്രഹമായിട്ട് മാറിക്കോളും. നമുക്ക് ഈ മത്സരം പൊതുനിരത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, ആത്മീയ മേഖലയിലും കാണാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും ഒന്നാമനാകാനുള്ളൊരു വെമ്പൽ കൊള്ളലുണ്ട്. എന്ത് കാണിച്ചു കൂട്ടിയാലും ഏതെല്ലാം മേഖലയിൽ കൂടി ആണെങ്കിലും ഒന്നാമതെത്തണം, എല്ലാവരുടെ മുമ്പിലെത്തണം, എൻ്റെ ഫ്ലെക്സ് അടിച്ച് കാണപ്പെടണം. ഇതൊക്കെയാണ് പലപ്പോഴും ചിന്തിക്കുക എല്ലാവരും. ക്രിസ്തുവിന് പ്രിയപ്പെട്ട മക്കളാകണമെങ്കിൽ ഈ ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു, ചെറുതാവുക. നിൻ്റെ കഴിവുകളും നിൻ്റെ സമൃദ്ധികളും ഒക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ളൊരു ആഹ്വാനമാകട്ടെ എന്നിൻ്റെ വചനഭാഗം. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. നമുക്ക് നഷ്ടമായ പ്രാർത്ഥനാ ചൈതന്യം, ഉത്തിഷ്ടമായ പ്രാർത്ഥന അരൂപിയൊക്കെ പിന്നെടുക്കുക. ക്രിസ്തുവിൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് താണു വീണ് കേണപേക്ഷിച്ച് നമ്മുടെ വലിപ്പമൊക്കെ ഉള്ളിൽ മാത്രമായിക്കോട്ടെ. ചെറുതാകാൻ പഠിക്കാം. എളുപ്പമൊന്നുമല്ല കേട്ടോ, ചെറുതാകാലത്ത് എളുപ്പമൊന്നുമല്ല, കർണാടക എളുപ്പമൊന്നുമല്ല, കേട്ടത് കേൾക്കാത്ത എളുപ്പമൊന്നുമല്ല. പലപ്പോഴും പ്രതികരിക്കാൻ തോന്നുമ്പോൾ സമർപ്പിച്ചാൽ ക്രിസ്തുവിനോട് സമർപ്പിക്കുക. പ്രതികരിക്കാൻ യോഗ്യതയുള്ളിടത്തുകൂടെ അത് വേണ്ടെന്ന് വെച്ച് ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി. അപ്പോൾ ജീവിതത്തിൽ ചില ഇടങ്ങളെ, പാപകരമാകാവുന്ന സാഹചര്യങ്ങളെയൊക്കെ സമർപ്പിക്കുവാൻ സാധിക്കുമ്പോൾ എൻ്റെ ജീവിത മേഖലയിലെ സംഘർഷ ഇടങ്ങളെയൊക്കെ ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് മൗനമായി ചെറുതാകലിൻ്റെ വലിയ ഭാവത്തിൽ സ്വയം അനുഗ്രഹമാകുവാനും അതുവഴി അനേകർക്ക് അനുഗ്രഹമാകുവാനും നമുക്ക് നമ്മളെ തന്നെ പവിത്രമാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.